everyone, welcome back to our channel. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ ഉള്ളത് ഷാർജ അക്വേറിയത്തിലാണ് കേട്ടോ. അപ്പോൾ ഈ അക്വേറിയത്തെ പറ്റി പറയുവാണെങ്കിൽ ഇത് 2008 ജൂൺ 16 ഓപ്പൺ ആക്കിയിട്ടുള്ളത്. അതുപോലെ നമുക്ക് നന്നായിട്ട് ഓഷ്യൻ ലൈഫ് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്, അതിനോട് കുറച്ച് ഫാസിനേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വരാം. ഇവിടെ 20-ൽ പരം അക്വേറിയംസ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അണ്ടർ വാട്ടർ ലൈഫ് നമുക്ക് നല്ലപോലെ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ 150-ൽ കൂടുതൽ സ്പീഷീസ് ഇവിടെ ഉണ്ട് കേട്ടോ, മറൈൻ ആനിമൽസ് അതുപോലെ ഫിഷസ് ഒക്കെ ആയിട്ട്. അതിൻ്റെ പുറത്തുനിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. അവർ കുറേ ഫ്ലവേഴ്സ് ഒക്കെ വച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ബോഗൺവില്ല നല്ല ഭംഗിയുള്ള സൈറ്റാണ് കേട്ടോ. അപ്പം നമുക്കതിൻ്റെ ഉള്ളിലോട്ട് പോയി നോക്കാം. ഇത് അവർ അക്വേറിയം റിന്യൂ ചെയ്യുന്നതിൻ്റെ ഉള്ള അവരുടെ പ്ലാൻ വച്ചിരിക്കുന്നതായിരുന്നു. ഇപ്പം നമുക്ക് അക്വേറിയത്തിൻ്റെ എൻട്രി എന്നുള്ള വ്യൂസ് കാണാം. വേണമെങ്കിൽ നമുക്ക് എൻട്രിയിൽ ഫോട്ടോ എടുക്കാനുള്ള ഒരു സൗകര്യമുണ്ട് കേട്ടോ. വരുമ്പോൾ തന്നെ ഫോട്ടോ എടുക്കും, എല്ലാവരുടെയും എടുക്കും. വേണമെങ്കിൽ ഫോട്ടോ ചെക്ക് ചെയ്തിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്കത് എക്സിറ്റ് ആവുന്ന ടൈമിൽ വാങ്ങാനായിട്ട് പറ്റും. ഇതൊക്കെ ഒത്തിരി വർഷം പഴക്കമുള്ള ഷെൽസാണ്. മുത്തുച്ചിപ്പികൾ, അതുപോലെ തന്നെ ഒത്തിരി വർഷം പഴക്കമുള്ള 7000 വർഷം പഴക്കമുള്ള മുത്തെല്ലാം ഇവിടെയുണ്ട്, പവിഴം എല്ലാം ഇവിടെയുണ്ട്. റീഫ് ഷാർക്സ് ഉണ്ട് ഇവിടെ. ഓപ്പൺ ആണ് കേട്ടോ. ഇവിടെ ചില്ലോ ഒന്നുമില്ല, വെറുതെ ഒരു പൂള് പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ ഷാർക്കാണ് കാണുന്നത്. അപ്പോൾ തൊട്ടടുത്ത് നമുക്ക് ഇതുപോലെ കാണാനായിട്ട് പറ്റും. (6500 മീറ്റർ സ്ക്വയർ ഏരിയയിലാണ് ഈ ഒരു അക്വേറിയം ഉള്ളത്. ഇതിൽ 20 അക്വേറിയം അല്ല കേട്ടോ, 21 അക്വേറിയം ഉണ്ട്. അതിൽ എല്ലാം 1.8 മില്യൺ ലിറ്റേഴ്സ് ഓഫ് വാട്ടർ കൊണ്ടാണ് നിറച്ചിട്ടുള്ളത്. അതൊക്കെ ഇതിൻ്റെ ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അത് തന്നെയാണ് വേൾഡിൽ ഇത് നോൺ ആയിട്ടുള്ള ഒരു അക്വേറിയമാക്കി മാറ്റുന്നത്. ഇപ്പം കണ്ട റൂം എന്ന് പറയുന്നത് പഴയ കാലത്ത് ഷാർജ എങ്ങനെ ആയിരുന്നു എന്നുള്ള ഒരു ഫീല് തരുന്ന ഒരു റൂമാണ്. ഇത് നമ്മൾ അണ്ടർഗ്രൗണ്ടിലോട്ട് ഇങ്ങനെ ഡിസെൻഡ് ചെയ്ത് പോകണം. അപ്പോൾ ഇങ്ങനെ നടക്കുന്ന വഴിയിൽ ഫസ്റ്റ് കാണുന്ന ഒരു ചെറിയ അക്വേറിയം ഇതാണ്. നമ്മളെല്ലാം സൂക്ഷിച്ച് നോക്കിയാലാണ് കേട്ടോ കാണാൻ പറ്റുള്ളൂ. ഇതിൻ്റെ അകത്തെ സ്പീഷീസൊക്കെ എല്ലാം തന്നെ ഒളിച്ചിരിക്കുകയൊക്കെ ആയിരിക്കും. ഇതിൻ്റെ താഴെ സ്റ്റാർ ഫിഷസ് ഉണ്ട്, അതിങ്ങനെ അനങ്ങുന്ന പോലെ കാണാം. ചെറിയ ചെറിയ മുള്ളുകളൊക്കെ ഉണ്ട് സ്റ്റാർ ഫിഷിൻ്റെ താഴേക്ക് കണ്ടോ, അതെല്ലാം മൂവ് ചെയ്യുന്നതാണ്. അതുപോലെ സൈഡിൽ കക്കകളെല്ലാം ഇങ്ങനെ ഒട്ടിയിരിക്കുന്നുണ്ട്, അതൊക്കെ ജീവനുള്ളത് തന്നെയാണ്. അത് മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഫിഷ് ഇത് ഫോസിലാണ് കേട്ടോ. ഇത് നമ്മൾ കാണുന്നത് കടൽ കുതിരയാണ്, സീ ഹോഴ്സസ്. ഇതിൻ്റെ അകത്തും കക്കകൾ കാണാൻ പറ്റും കണ്ടോ. അതിൻ്റെ വാല് വെച്ചിങ്ങനെ പിടിച്ചിരിക്കുവാണ്. ഇങ്ങനെ മൂവ് ചെയ്യുന്നൊക്കെ കാണാം. നമുക്ക് സ്ക്യൂബ ഡൈവിങ് ഒന്നും ചെയ്യാതെ തന്നെ അടുത്ത് മറൈൻ ലൈഫ് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ്. താഴത്തോടി നോക്കിക്കഴിഞ്ഞാൽ ചെമ്മീൻ ആണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, പ്രോൺസ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീ ഹോഴ്സസ് അല്ലേ. ഇനി അടുത്ത അക്വേറിയത്തിലാണ് ഫോസിൽസ് വച്ചിരിക്കുന്നത്. ഈ ഒരു ഫിഷ് നമ്മളെപ്പോഴും ഫിലിംസിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ആ ഒരു ഫിഷിൻ്റെ ഫോസിൽസ് ആണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഒത്തിരി വർഷം പഴക്കമുള്ളതാണ്. ഈ ഫിഷിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ, അവരത് മെൻഷൻ ചെയ്തിട്ടില്ല. ഈ ഒരു വ്യൂസ് കഴിഞ്ഞ് നമുക്കിങ്ങനെ താഴോട്ട് ഡിസെൻഡ് ചെയ്ത് ഇറങ്ങി പോകണം. ഫസ്റ്റ് വരുന്നത് ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിലോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ കയറിയ ഫ്ലോർ ഇതാണ്, പക്ഷെ എന്നിട്ട് അണ്ടർഗ്രൗണ്ടിലോട്ട് പോകുന്ന പോലെയാണ്. ഇതുപോലെ താഴേക്ക് പോകണം.
ഈ ഒരു അക്വേറിയം പണിതതിൻ്റെ പിറകിൽ വേറൊരു മെസ്സേജ് കൂടി സ്പ്രെഡ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് മറൈൻ പൊല്യൂഷൻ കാരണം ഒത്തിരി സ്പീഷീസ് ഇപ്പോൾ കാണാതെ ആവുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തടയാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഒരു അക്വേറിയം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ സ്കൂളിൽ നിന്നും ഒക്കെ കുട്ടികൾ വിസിറ്റിന് വരുമ്പോൾ അവരത് ഗൈഡിനെ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സ്കൂളിൽ നിന്നൊന്നും ആരും വരുന്നില്ലല്ലോ, അതുകൊണ്ടിട്ട് ഗൈഡൊന്നും ഇവിടെ അവൈലബിൾ ഒന്നും അല്ല. നമുക്ക് തന്നെ പോയി കാണാം. നല്ല ഭംഗിയുണ്ട് അല്ലേ, ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി ഫിഷസ് ഉണ്ട്. വൈറ്റിൽ നല്ല ബ്രൗൺ ലൈൻസ് ഉള്ള ഫിഷസ്. അതുപോലെ ഇവിടെ ഏറ്റവും മോസ്റ്റ് ഡേഞ്ചറസ് ഫിഷസിൽ വരുന്ന ഒരു ഫിഷാണല്ലോ ഈല്. അപ്പോൾ ഇവിടെ മൊറേ ഈൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ഈലൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് എന്തായാലും കാണാം. അതുപോലെ കടലാമകൾ എല്ലാം ഉണ്ട്. ഷാർക്ക്, പലതരത്തിലുള്ള ഷാർക്കുകളുണ്ടല്ലോ, അതെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് കുറച്ച് ഡേഞ്ചർ ആയതുകൊണ്ടിട്ട് ഇത് ക്ലോസ്ഡ് ആണ്. ഒത്തിരി വലിയ ഇതുപോലത്തെ ഫിഷസൊക്കെ തൊട്ടടുത്ത് കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഇതുപോലെ മറൈൻ ലൈഫൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണല്ലേ. ഇത് ബ്ലാക്ക് ടിപ്പ് റീഫ് ഷാർക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് കേട്ടോ. ഇത് കുറേ വലിയൊരു ടാങ്കാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഇത്രയും വലിയ ഫിഷ് അല്ലേ, അപ്പം അതിന് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചെറിയ ഫിഷസും എല്ലാം ഇവിടെ ഉണ്ട്. ബട്ടർഫ്ലൈ ഫിഷിൻ്റെ ഒരു വെറൈറ്റി ഫിഷസ് ആണ്. പിന്നെ ബ്ലൂ ടാങ്കിൻ്റെ ഒരു ഡിഫറെൻറ്റ്, ഈ കാണുന്നത് ബ്ലൂ ടാങ്ക് ആണ്. അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് കളർ വരുന്നതാണ്, ബ്ലൂ കളർ വരുന്നതാണ് കേട്ടോ. ബ്ലൂവിൽ ലൈൻസ് ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രം. ഏഞ്ചൽ ഫിഷസ് ഉണ്ട്. ഏഞ്ചൽ നമ്മൾ സാധാരണ കാണുന്ന ഏഞ്ചൽ അല്ല, കുറച്ച് വലിയ ടൈപ്പ് ഏഞ്ചൽസ് ആണ്. അമൂറിൻ്റെ ഒരു വെറൈറ്റി ആണ്. അമൂർ കണ്ടോ, വലിയൊരു അമൂർ കിടക്കുന്നുണ്ട്. ഇതെല്ലാം അമൂറാണ്, പക്ഷെ നല്ല വലിപ്പമുള്ള ടൈപ്പാണ് കേട്ടോ. ഇതിനൊക്കെ ഡിഫറൻസ് ഉണ്ട്. സാധാരണ അമൂറല്ല, നമ്മൾ കഴിക്കുന്ന ആ അമൂറല്ല ഇത്. മുകളിൽ കൂടി ആമ പോകുന്നുണ്ട്, കടലാമ. അമൂറിന്റെ വലിപ്പം കണ്ടോ, അത്രയ്ക്ക് വലിപ്പത്തിലാണ് ഉള്ളത്. അതിൽ ചിലത് കുറച്ചൊരു ലൈറ്റ് കളറൊക്കെ ഉള്ളത് ക്ലൈംബിംഗ് പേർച്ച് എന്ന് പറയുന്ന ആ ഒരു സ്പീഷീസിൽ വരുന്നതാണ് കേട്ടോ, ആ ഒരു വെറൈറ്റിയാണ്. അതുപോലെ കിസ്സിങ് ഫിഷ് എന്ന് പറഞ്ഞിട്ടൊരു ഫിഷ് ഉണ്ട്. സോഫ് ഫിഷ്, ഷാർക്ക് ക്യാറ്റ് ഫിഷ്, ഗ്രേമുല്ലറ്റ് ആണ് ആദ്യം നമ്മൾ ഒത്തിരി ഫിഷസ് ആയിട്ട് കണ്ടത്. അതെല്ലാം ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇവിടെയും ഏഞ്ചൽസ് തന്നെയാണുള്ളത്. മുകളിൽ കൂടി തിരണ്ടി പോകുന്നതുണ്ടല്ലോ, സ്റ്റിംഗ്രേ ആണ്. നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നില്ല, വളരെ വലുതാണ്. ഈ ഒരു സെയിം തിങ് നമുക്ക് ദുബായ് മോളിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ദുബായിൽ പാം ജുമേറയിലൊക്കെ ഉണ്ട് ഇതുപോലെ തന്നെ അക്വേറിയം ഉണ്ട്. പക്ഷെ അവിടെ കുറച്ചും കൂടി ഉള്ളിലേക്കൊക്കെ ഇതുപോലെ അണ്ടർ വാട്ടർ അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് നമ്മുടെ കേവ് പോലെയുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ടണൽസ് പോലെയൊക്കെ കയറണമെങ്കിൽ നല്ലൊരു എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് ടോട്ടലി ഫ്രീ ആണ്. നമുക്ക് ആ ഫസ്റ്റ് കൊടുക്കുന്ന ഒരു ടിക്കറ്റ് ചാർജ് മാത്രമേ ഉള്ളൂ. ഒരു വയസ്സൊക്കെയുള്ള കുട്ടിയാണെങ്കിൽ ടിക്കറ്റ് ഇല്ല കേട്ടോ. 2 വയസ്സ് മുതൽ 13 വയസ്സ് വരെ ആണെങ്കിൽ
15 ദിർഹംസ് ഉണ്ട്. മുതിർന്ന അഡൽട്ട്സിനാണെങ്കിൽ 13 വയസ്സിന് മുകളിലുള്ളവരെ അഡൽട്ട്സായിട്ട് പരിഗണിക്കും. അങ്ങനെയുള്ളവർക്ക് 25 ദിർഹംസ് ആണ്. ഇനി ഗ്രൂപ്പൊക്കെ ആയിട്ടാണ് വരുന്നതെന്നുള്ളതെങ്കിൽ പൈസ നല്ല കുറവുണ്ട്. 10 ദിർഹംസ് ഒക്കെ വച്ചിട്ടേ വരുള്ളൂ. ആ ഗ്രൂപ്പിൻ്റെ മെമ്പേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ അവർ എമൗണ്ട് കുറയ്ക്കും. സ്കൂളിൽ നിന്നൊക്കെയാണ് വരുന്നതെങ്കിൽ 5 ദിർഹം മാത്രമേ ഉള്ളൂ ഇവിടെ കയറി എല്ലാം കാണുന്നതിന് കേട്ടോ. അല്ല ബ്ലൂ കളറുള്ള ഫിഷ് അല്ലേ. നമ്മൾ ഓരോ ഫിഷ് വെറൈറ്റീസിനെ ഇങ്ങനെ കണ്ടിട്ട് ഈലിനെയൊക്കെ കാണാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതെല്ലാം ഏറ്റവും താഴത്തെ ഫ്ലോറിൽ തന്നെ വരുന്നതാണ്. ഇപ്പോൾ ഓരോ മിനിറ്റ് കഴിയുമ്പോഴും ഇതിങ്ങനെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഡിഫറെൻറ്റ് സ്പീഷീസിലുള്ള ഫിഷസ് ആണ് ഫ്രണ്ടിലോട്ട് വരുന്നത്, നമ്മുടെ ക്ലാസ്സിൻ്റെ അടുത്തോട്ട് വരുന്നത്. അപ്പോൾ ഓരോന്നിനെയും കണ്ടിങ്ങനെ നിന്ന് ടൈം പോവും. അപ്പോൾ എന്തായാലും അടുത്തൊക്കെ ഉള്ളവരാണെങ്കിൽ വന്ന് കാണുക കേട്ടോ. ഇത് അമൂല് തന്നെയാണ്. ഇങ്ങനെ അത് ഡെഡൊന്നും അല്ല കേട്ടോ, ലൈവ് തന്നെയാണ്. നമുക്കിനി ടണലിൻ്റെ ഉള്ളിലോട്ട് പോവാം. കൊറോണ ടൈം ആണെങ്കിലും ഇവിടെ ആളുകളുണ്ട്, ഒത്തിരി ആളുകളില്ല, എന്നാലും അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകുമല്ലോ ഇങ്ങനെ ഫിഷസിനെയൊക്കെ കാണുന്നത്. അതുകൊണ്ടിട്ട് തന്നെ വരുന്ന മിക്കവരുടെ കയ്യിലും കുട്ടികളും ഉണ്ടാവാറുണ്ട്. കുട്ടികൾക്കൊക്കെ പറ്റിയ ഡെസ്റ്റിനേഷനാണ്. അതുപോലെ മറൈൻ ലൈഫ് ഇഷ്ടപ്പെടുന്നവർക്കും കാഴ്ചകൾ കാണാൻ ഇഷ്ടമുള്ളവർക്കും ഒക്കെ പറ്റിയൊരു പ്ലേസ് ആണ് കേട്ടോ. ഇവിടെ വരുന്ന ഫിഷസും അതിൻ്റെ സ്പീഷീസും മാത്രമല്ല, കോറൽ ലൈഫ്, കോറൽ റീഫ്സ്, അതുപോലെ തന്നെ കണ്ടൽക്കാടുകൾ ഒക്കെ കാണാൻ പറ്റും. കണ്ടൽക്കാടുകളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് പോയി നോക്കാം. പക്ഷേ അത് ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. റീഫ്സ് ഒക്കെ ഓൾമോസ്റ്റ് ഒറിജിനൽ തന്നെയാണ്. പക്ഷെ കണ്ടൽക്കാട് സെറ്റ് ചെയ്തിരിക്കുന്നത് പ്ലാസ്റ്റിക് ആണെന്നാണ് തോന്നുന്നത്. ഇതാണ് കേട്ടോ ഈല്, നമ്മുടെ വലിയ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഫിഷസിൽ ഒരു ഫിഷാണ്. ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിട്ടാണ് ഇരയെ പിടിക്കുന്നത്. ഇപ്പോൾ നമ്മളൊക്കെ എങ്ങാനും ഇതിപ്പോൾ ഗ്ലാസ് ആയതുകൊണ്ട് കുഴപ്പമില്ല, വാട്ടറിൽ തൊടാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് ഒരു പേടി ഫീൽ ചെയ്ത് കഴിഞ്ഞാലും അത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ആ ഒരു ഇലക്ട്രിസിറ്റിക്ക് ഒരു മനുഷ്യനെ കൊല്ലാനുള്ള കഴിവുണ്ട് എന്നാണ് പറയുന്നത്. ഇതുണ്ടോ, നല്ല വലിപ്പമുള്ള ഈലാണ്. നമുക്ക് ഇങ്ങനത്തെ ഈൽസിനൊന്നും സാധാരണ അക്വേറിയത്തിലൊന്നും കാണാൻ പറ്റില്ല. ഇതുപോലുള്ള റെയർ ആയിട്ടുള്ള അക്വേറിയംസിലെ കാണാൻ പറ്റുന്നുള്ളൂ. അതുപോലെ ഈ കല്ലിന് ഒരു പ്രത്യേകതയുണ്ട്. അതിങ്ങനെ ചുറ്റിക്കിടക്കുന്ന ഒരു കല്ല് കണ്ടോ, അതിനൊരു പ്രത്യേകതയുണ്ട്. അത് ദുബായിൽ ഒരു പ്ലേസിൻ്റെ പേരുണ്ടായിരുന്നു, ഒന്ന് മറന്നുപോയി. ആ ഒരു പ്ലേസിൽ നിന്ന് കിട്ടിയേക്കുന്ന ഒരു ശിലയാണ്. ഇതിൻ്റെ കൂടെ ചെറിയൊരു ഈലുകൂടിയുണ്ട്. കണ്ടോ, അതിന് നീളം കണ്ടോ, നല്ല നീളത്തിലാണ്, നല്ല വണ്ണമാണ്. ഇത് സെപ്പറേറ്റ് ടാങ്കിലാണ് കേട്ടോ ഇട്ടേക്കുന്നത്. ഈ ഒരു ഈലൊക്കെ വരുമ്പോഴേക്കും നമ്മൾ നേരെ അസെൻഡിങ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ താഴോട്ടല്ല പൊയ്ക്കൊണ്ടിരുന്നത്, ഇനിയിപ്പോൾ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുവാണ്. ഒരു ഫിഷാണെന്നേ തോന്നുന്നില്ല അല്ലേ അതിനെ കണ്ടിട്ട്. പിന്നെ ഇവിടെ ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു മോണിറ്റർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് വീഡിയോസ് പ്ലേ ചെയ്യുന്നുണ്ട്, ഇവിടെയുള്ള ആനിമൽസ്, ഫിഷസ്, അതിനെ പറ്റിയിട്ടൊക്കെ. ഇവിടെ കുറച്ച് കുട്ടി കുട്ടി ടാങ്ക്സ് ഇവിടെ ഉണ്ട്. അതിലൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. ചെറുതെന്ന് പറയുമ്പോൾ വളരെ ചെറുതൊന്നും അല്ല, ആദ്യം കണ്ട ടാങ്കിനെയൊക്കെ വെച്ച് ചെറുതാനേ ഉള്ളൂ. ഇതാണ് ക്ലൗൺ ഫിഷ്, മൂവിയിലൊക്കെ ഉള്ളത്
ഒരു ഇംഗ്ലീഷ് മൂവി ഉണ്ടല്ലോ, അത് ക്ലൗൺ ഫിഷ് എന്നാണ് പറയുന്നത്. അതിൻ്റെ ബാക്കിൽ കാണുന്ന ആ ഒരു ജെല്ലി ടൈപ്പ് ഒരു ഒരു ജീവി തന്നെയാണത്. അതിൻ്റെ പേര് എനിക്ക് അറിയില്ല കേട്ടോ സത്യത്തിൽ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ക്യൂട്ട് ഫിഷ് അല്ലേ. അതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫിഷസ് അതിലുണ്ട്. പല പല കളേഴ്സിലുള്ള ഒരേ സ്പീഷീസിൽ തന്നെ വരുന്ന ഫിഷസ് ആണ് ഈ കാണുന്നത്. ഡിഫറെൻറ്റ് ലൈൻസ് ആണ് അതിൻ്റെ അകത്തുള്ളത്. ചിലത് നല്ല ബ്ലൂ കളർ ഉള്ളതുണ്ട്, ചിലത് റെഡിഷ് കളർ, ചിലത് വൈറ്റ് ആൻഡ് ബ്രൗൺ, അങ്ങനത്തെ കോമ്പിനേഷൻസ് ഒക്കെ വരുന്നതുണ്ട്. എല്ലാം ഏകദേശം ഒരേ സ്പീഷീസിൽ വരുന്നതാണ്. ഇവിടെ ഒരു ട്യൂബ് പോലെ സിലിണ്ടറിക്കൽ സ്ട്രക്ചറിൽ ഒരു അക്വേറിയം ഉണ്ട്. അതിലും കുറേ അധികം ഫിഷസ് ഉണ്ട്. വലിയൊരു പില്ലർ പോലെയാണ് കേട്ടോ ഈ ഒരു അക്വേറിയം. സൈഡിലും ഇതുപോലത്തെ ഓപ്പൺ ആയിട്ടുള്ള ഒരു പൂള് പോലെ ആക്കിയിട്ടുണ്ട്. അതിലും കുറേ ഫിഷസ് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ സൈഡിൽ വലിയൊരു സ്റ്റാച്ചു ഉണ്ട് ഫിഷിൻ്റെ. അവിടെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം. ഇവിടെ ക്യാമറ അലൗഡ് ആണ് കേട്ടോ. പിനാക്കിൾ റീഫാണ് കാണുന്നത്. ലയൺ ഫിഷ് ആണ് കേട്ടോ ഇത്, ലയൺ ഫിഷ്. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ഫിഷ് അല്ലേ. എനിക്ക് കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ഒരു കൗതുകമായിട്ട് തോന്നിയൊരു ഫിഷ് ഈ ഒരു ലയൺ ഫിഷാണ്. എൻ്റെ ഒരു പ്രത്യേക സ്നേഹം അതിനോട് തോന്നിയായിരുന്നു കേട്ടോ. ഇനി ചെറിയ ഫിഷസ്. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലോറിൽ വരുമ്പോൾ ഇതിൽ വച്ചിരിക്കുന്ന ഓരോ കല്ലുകളുണ്ടല്ലോ, ഒരു ഫിഷ് ടാങ്കിൻ്റെയും ഉള്ളിലൊരു കല്ലുണ്ടാവും, ഒരു സ്റ്റോൺ ഉണ്ടാവും. അതെല്ലാം വളരെ പ്രധാനപ്പെട്ട സ്റ്റോൺസ് ആണ്, ഒത്തിരി വർഷം പഴക്കമുള്ളതാണ്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ കാണുന്നതൊക്കെ മരത്തിൻ്റെ ട്രങ്ക് പോലെയാണ്. അതൊരു പ്ലാസ്റ്റിക് ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. കണ്ടൽക്കാടുകളാണ്, മാംഗ്രോവ്സ് ആണ്. ഇനി ഇതിൻ്റെ ഉള്ളിലാണെങ്കിലും ഒരു റബ്ബർ ഫിഷ് ആണത്. റബ്ബർ ഫിഷ് എന്നാണ് അതിന് പറയാ. മൂവ് ചെയ്യാതൊരു പീസ് പോലെ ഇങ്ങനെ കിടക്കുന്നതാണ്ടാവും, മൂവിങ് ഒന്നും ഇല്ല. അത് റബ്ബർ ഫിഷ് ആണ് ഈ കാണുന്നത്. സ്റ്റാർ ഫിഷും ഉണ്ട്, റെഡ് കളർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റാർ ഫിഷസും ഉണ്ട്. ഞാൻ പറയുന്നത് ഒരു വിറകിന്റെ കഷ്ണമൊക്കെ പോലെ ഇങ്ങനെ കിടക്കുന്നില്ലേ, അതാണ് റബ്ബർ ഫിഷ്. കണ്ടോ, വേറെ ടൈപ്പുള്ള കളറൊന്നും ഇല്ലാത്ത നമ്മൾ ആദ്യം കണ്ട പോലത്തെ സ്റ്റാർ ഫിഷസും ഇവിടെ ഉണ്ട്. ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ എടുത്തിട്ടുള്ള പിക്ചേഴ്സ്, പടങ്ങൾ അതൊക്കെ അവിടെ വച്ചിട്ടുണ്ട്. അവരുടെ പേരും എഴുതിയിട്ട് വച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വന്ന് ഇവിടെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടും, കൂടുതൽ പഠിക്കാൻ പറ്റും. ലോബസ്റ്റേഴ്സ് ഉണ്ട് ഇവിടെ കണ്ടോ. അതിൻ്റെ ഇടയിൽ വെച്ചിരിക്കുന്ന ലൈറ്റ് ബ്ലൂ ലൈറ്റാണ്, അതുകൊണ്ടിട്ടാണ് കറക്റ്റ് വിസിബിൾ അല്ലാത്തത്. ലോബസ്റ്റേഴ്സ് ആണ്, വളരെ വലിയ ലോബസ്റ്റേഴ്സ് ആണ്.
ചിലതൊക്കെ ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. ആ ഒരു ഗുഹ പോലെ അവർ ഫിറ്റ് ചെയ്തേക്കുന്ന ഒരു പീസ് ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ 2 ഉണ്ട്, പുറത്തുണ്ട്, എല്ലാം ഇങ്ങനെ ഹൈഡ് ചെയ്തിരിക്കുവാണ്. പിന്നെ ഇവിടെ ഒരു വലിയ ഹോള് ഫുള്ളും പോണ്ട് പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ബ്രിഡ്ജിൻ്റെ പ്രത്യേകത ഗ്ലാസ് ആണ്, കുറച്ച് പോർഷൻ ഗ്ലാസ് കൊണ്ടുള്ളതാണ്. അത് നല്ലതാണ് കേട്ടോ. നമുക്ക് ആ ഗ്ലാസ്സിൽ നിന്നിട്ട് അടിയിൽ കൂടിയുള്ള ഫിഷസ്, അടിയിൽ ഇങ്ങനെ ഫിഷസ് ഒക്കെ പോകുന്നത് ആസ്വദിക്കാൻ പറ്റും. നല്ല രസമാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. ഇതിനകത്ത് വലിയ ഫിഷസ് ഒക്കെ അവർ ഇട്ടിട്ടുണ്ട്. ഇത് ക്ലോസ്ഡ് അല്ല, ഓപ്പൺ ആണ്. കണ്ടോ, തിരണ്ടി പോലത്തെ, പക്ഷെ തിരണ്ടി അല്ല, വേറെ ഏതോ ഒരു ഫിഷാണ് കേട്ടോ അത്. അപ്പം അതൊക്കെ ഉണ്ട്. अरे कटला बोलते हैं। ഏകദേശം നമ്മുടെ ഒരു അക്വേറിയത്തിൻ്റെ എൻഡ് ആവാറായിട്ടുണ്ട്, എക്സിറ്റ് ഒക്കെ ആവാറായിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ പുറത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു നീരാളി നോക്കിക്കേ, നമ്മൾ സാധാരണ മിനറൽ വാട്ടർ വാങ്ങുന്ന ആ കുപ്പി വെച്ചിട്ടാണ് അവരുണ്ടാക്കിയിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ഹോട്ടലുണ്ട്, നമുക്ക് നടന്നൊക്കെ വിഷമിച്ചു എന്നുണ്ടെങ്കിൽ ഹോട്ടലിൽ കയറിയിട്ട് ഫുഡൊക്കെ കഴിക്കാം. റെസ്റ്റോറൻ്റ് ആണ്. അപ്പം ഇതിനുശേഷം താഴത്തോട്ട് ഇറങ്ങുവാണെങ്കിൽ അവിടെ കുറച്ച് ഷോപ്പിംഗ് പ്ലേസസ് ഉണ്ട്. എല്ലാം ഈ ഒരു അക്വേറിയവുമായി ബന്ധപ്പെട്ട, മറൈൻ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളാണ് കേട്ടോ. സാധനങ്ങൾ എന്നല്ല, അതിൻ്റെ ഷേപ്പിലുള്ള അല്ലെങ്കിൽ അതിൻ്റെ പിക്ചേഴ്സ് വെച്ചിട്ടുള്ള സാധനങ്ങളാണ്. പക്ഷെ ഭയങ്കര എമൗണ്ട് ആണ് ഇവർ പറയുന്നത്, നല്ല എമൗണ്ട് വേണം. ചെറിയ പാവകൾക്കൊക്കെ വരെ നല്ല 50 ദിർഹംസ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. മെമ്മറി ആയിട്ട് സൂക്ഷിക്കുന്ന ടൂറിസ്റ്റേഴ്സിനൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരെണ്ണം വാങ്ങി വയ്ക്കാം, ഈ ഒരു അക്വേറിയത്തിൻ്റെ മെമ്മറി എന്നുള്ള രീതിയിൽ. അതുപോലെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബുക്സ് ഒക്കെ അവൈലബിൾ ആണ്. റിലേറ്റ് ചെയ്യാത്ത കിങ് ഒക്കെ എഴുതിയിട്ടുള്ള അവരുടെ ആത്മകഥകൾ കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ് ഇവിടെ. എന്തെങ്കിലുമൊക്കെ ഷോപ്പ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഇവിടെ ഷോപ്പ് ചെയ്യാം. നമ്മൾ കയറിയപ്പോൾ കുറേ ഫ്ലവേഴ്സൊക്കെ കണ്ടിരുന്നല്ലേ, നല്ല ബ്യൂട്ടിഫുൾ ഒരു സൈറ്റായിരുന്നു. അപ്പോൾ ഇനി പുറത്തിറങ്ങുമ്പോൾ സൈറ്റ് നമുക്ക് നോക്കാം. ഒത്തിരി നേരം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങാറായിട്ടുണ്ട്. അതിന് മുന്നേ ഇവിടെ നിന്നാണ് നമ്മൾ ഫോട്ടോ കളക്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം നമ്മൾ കയറുമ്പോൾ അവർ ഫോട്ടോ എടുക്കും, എല്ലാവരുടെയും എടുത്തു തരും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മൾ സെലക്ട് ചെയ്തൊന്നും ഇല്ലായിരുന്നു. അപ്പം ഇപ്പം ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അത്ര ടൈം നമ്മൾ ഉള്ളിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, നൈറ്റായി. പക്ഷേ പുറത്തേക്കുള്ള ഒരു വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഫൗണ്ടെയിനും അതുപോലെ കെട്ടിടങ്ങളും, അല്ലെങ്കിലും UAE എന്ന് പറയുന്നത് നൈറ്റ് കാണാൻ തന്നെയാണ് ബ്യൂട്ടിഫുൾ. ഫുള്ള് ലൈറ്റ് അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറൈൻ ലൈഫൊക്കെ ഇത്തിരി ഇഷ്ടമുള്ളവരൊക്കെ ഇവിടെ നിന്ന് വിസിറ്റ് ചെയ്യുക. അല്ലാത്തവർ അടുത്തുള്ള ഇതുപോലുള്ള പ്ലേസസ് ഒക്കെ കണ്ടുപിടിച്ച് വിസിറ്റ് ചെയ്യാം കേട്ടോ. അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ചിൽഡ്രൻ ടേക്ക് കെയർ, ബൈ. ഇതുവരെയായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂട്ടോ.